ത്തെ വർഷം 2 മാസം കഴിഞ്ഞ് ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ വിസ തീർന്നു. വിസ തീർന്ന ഉടനെ എൻ്റെ കഫീൽ പറഞ്ഞു എന്നോട് പൈസ തരണം. 3-4 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. ഞാനൊരു നേഴ്സാണ്, പ്രൈവറ്റായിട്ട് നേഴ്സ് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ മേഡം പിന്നെ ഫോൺ എടുക്കുന്നില്ല. ഞാൻ 6 മാസത്തോളം ജയിലിലായതുപോലെ ഡ്യൂട്ടിയില്ല, ഒന്നുമില്ല. എൻ്റെ പൈസയും പോയി. എൻ്റെ പാസ്പോർട്ട് പണയം വെച്ചാണ് ഞാൻ അവിടെ വെച്ച് സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് പണയം വെച്ചിട്ടാണ് വിസ അടിക്കാൻ പൈസ കൊടുത്തത്. എനിക്ക് ഡ്യൂട്ടി ആരും തരാതെയായി വിസ ഇല്ലാത്തത് കൊണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോയ പകുതി ശമ്പളം അവർ പിടിച്ചെടുക്കും എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ അങ്ങനെ ഓരോ ദിവസം മാതാവിൽ മാത്രം വിശ്വസിച്ച് മുമ്പോട്ട് ഓരോ ദിവസവും ഞാൻ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ കഫീൽ ഞാൻ വിളിച്ചു, മേഡം എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞ്, എനിക്ക് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ ഇടനിലക്കാരൻ 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയത്. പിന്നെ അവരുടെ ഒരു വിവരവും ഇല്ല, ഫോണും എടുക്കത്തില്ല, ആകെ ഇതായിരിക്കുക. അങ്ങനെ ഇരിക്കും. ഞാൻ 6 മാസം ഫുഡില്ല, കൂട്ടുകാർ തമ്മിൽ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും, ഭക്ഷണമില്ല, അടുക്കള പൂട്ടിയിട്ട് പോകും അവർ എനിക്ക് ഭക്ഷണം തരാതിരിക്കാൻ വേണ്ടി. ഞാൻ അങ്ങനെ വെള്ളം മാത്രം കുടിച്ച് 2-3 ദിവസമൊക്കെ ഞാൻ കഴിഞ്ഞു പോയത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും. എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഓരോ ചെറിയ ഡ്യൂട്ടിക്ക് പോലും ഞാൻ പോയി അവിടെ നിന്ന് കരഞ്ഞ്, അവിടെ നിന്ന് കിട്ടുന്ന അവർ കഴിച്ച ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചു കൊണ്ടുപോകുന്നു. പേഷ്യൻ്റ് കഴിച്ചതൊക്കെ എങ്ങനെയും കഴിച്ചു കൂടണ്ടേ, റൂമിൻ്റെ റെൻറ്റ് കൊടുക്കണ്ടേ, എല്ലാം കിടക്കും. കടബാധ്യതകൾ ഒരുപാടുണ്ട്, 10-30 ലക്ഷം രൂപ കടബാധ്യതകളുണ്ട്. എൻ്റെ അമ്മേനെ വിളിച്ച് ഞാൻ എല്ലാ സങ്കടം പറയും, അമ്മ ഇനി ഞാൻ എന്താ ചെയ്യും, മരിക്കുന്ന രീതിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയണേ എൻ്റെ കഫീൽ എൻ്റെ പേരിൽ ഡ്രഗ്സ് കേസ് കൊടുത്തേക്കുന്നു. അവർ ക്രിമിനലാണ്. അവർ വണ്ടി കത്തിക്കുകയും ക്രിമിനൽ കുറ്റവും ഡ്രഗ്സ് കേസും അത് എനിക്കും കൂടെ പകിട്ടേക്കുക. ഞാൻ അതോടുകൂടി എല്ലാം തകർന്നു പോയി. എനിക്ക് ഇനി ഞാൻ ജീവിക്കണമെന്ന് പോലില്ല. 15 വർഷത്തോളം ഡ്രഗ്സ് കേസിന് അവിടെ കുവൈറ്റിലേക്ക് ജയിലിലായിപ്പോയി കഴിഞ്ഞ് ഈ ലോകം കാണാൻ പറ്റത്തില്ല, എൻ്റെ മക്കളെ കാണാൻ പറ്റത്തില്ല, എനിക്ക് ഭൂമിയിൽ പിന്നെ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മാതാവിനോട് വിശ്വാസ പ്രമാണം ധ്യാനവും എന്നും പ്രാർത്ഥനയും കരച്ചിലും മാത്രമേ, ഭക്ഷണവും ഇല്ലാതെ കരഞ്ഞ് ഒരു ദിവസമായപ്പോഴത്തേക്കും എൻ്റെ അമ്മ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നാളെ നോക്കിക്കോ, ഒരു മാതാവിൻ്റെ രൂപത്തിൽ നാളെ രാവിലെ തന്നെ അവിടെ നിൻ്റെ ഒരു മാതാവിൻ്റെ രൂപത്തിൽ നിൻ്റെ ഒരു പർദ്ദയിട്ട ഒരു പെണ്ണ് വന്നിച്ച് സൈൻ ചെയ്യും. എവിടെയാണെന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, കോടതിയിലാണോ അമ്മ? കോടതിയിലൊന്ന് സൈൻ ചെയ്യുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. കാരണം എനിക്ക് അവരൊന്ന് റിലീസ് തരാൻ പറ്റുവാണെങ്കിൽ, ഞാൻ കുറ്റക്കാരിയല്ല എന്നൊരു റിലീസ് തരുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ താമസിച്ചത്, എൻ്റെ മാതാവേ ഇനി എന്നെ പരീക്ഷിക്കല്ലേ, ഞാൻ ആകെ തകർന്ന് നിൽക്കുവാണ്, എനിക്കിനി വേറെ എവിടെയും ഇല്ല, എൻ്റെ അമ്മ മാതാവ് മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാൻ കരഞ്ഞ അങ്ങനെ രാവിലെ ഡ്യൂട്ടിക്ക് പോയി. വൈകിട്ടായപ്പോഴേക്കും എനിക്കൊരു ഫോണ് വന്നു. എൻ്റെ വേറൊരു കഫീലിൻ്റെ വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, മേഡം വന്ന് കഫീൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. മേഡം ഒരിക്കലും നടക്കാത്ത കാര്യം അമ്മ മാതാവായിട്ട് അവിടെ നടത്തി തന്നത്. ഒരിക്കലും എൻ്റെ മാതാവാണ് എനിക്ക് അതെല്ലാം നടത്തി തന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പൈസയില്ല, ഇനി വിസ അടിക്കണം, എൻ്റെ നാട് കടത്തുവർ വിസ അടിക്കണം. ഫിംഗർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ നാട്ടിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ ജോലി ഇവിടെ തുച്ഛമായ ശമ്പളം വേണ്ടാവുള്ളൂ, പിന്നെ വേറെ രാജ്യത്തേക്ക് നോക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സല്ല, ഞാൻ അറിയില്ലാത്ത ആൾക്കാർ മാതാവിനോട് വിളിച്ച് ഞാൻ ഒരു രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, ഒരു കേടി എടുക്കാൻ പോലും എൻ്റെ കയ്യിലില്ല, 1000-1500 കേടി എനിക്ക് വേണം, ഞാൻ എവിടെ ചെല്ലും അമ്മേ, എനിക്കൊന്നുമില്ല എൻ്റെ കയ്യിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഒരു ഫോൺ വരുമോ, എനിക്ക് ഒരു സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, സന്ധ്യ എന്ന് പറഞ്ഞ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, മായ നിൻ്റെ വിസ അടിച്ചോ? ഇല്ല ചേച്ചി, എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, ഞാൻ മരിച്ചതിന് തുല്യമാണ് നിൽക്കുന്നത്, എനിക്ക് വേറെ ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ, നീ വിഷമിക്കേണ്ട, നാട്ടിൽ കയറി പോകരുത്, എത്ര രൂപയാണേലും ഞാൻ തരാം. അവരെനിക്ക് 1000 കേടി ഒരു ഉറപ്പും ഇല്ലാതെ എൻ്റെ പാസ്പോർട്ട് പണയം വെച്ചേക്കുക 1000 കേടി തന്നു. അതുപോലെ തന്നെ 2-3 സിസ്റ്റർമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ അറിയത്തുകൂടെ ഇല്ല അവരെ, ശരിക്കും അറിയത്തൂടെ, പേര് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അവർക്ക് എന്നെ അറിയത്തില്ല. ദൈവം എന്ന് പറയട്ടെ, എൻ്റെ മാതാവ് ഈശോപ്പായും അവിടെ വന്നേച്ചാൽ അവർ വഴി എനിക്ക് പലിശയില്ലാതെ അവരെനിക്ക് പൈസ തന്നു. എൻ്റെ വിസ അടിച്ച് 1 ആഴ്ചയേ ഉള്ളൂ ഞാൻ വിസ അടിച്ച് ഞാനിവിടെ വന്നേക്കുക. നേരെ കുവൈറ്റിൽ നിന്ന് നേരെ ഞാൻ രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ടാണ് വന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ എടുക്കാൻ പോയി, വിസ അടിക്കാൻ. എനിക്ക് 6 മാസത്തെ സ്ട്രഗിൾ കാരണം കൊണ്ട് എനിക്ക് മൈനർ അറ്റാക്ക് ഉണ്ടായി. ഈ ചെറുപ്പത്തിൽ തന്നെ
മൈനർ അറ്റാക്ക് ഉണ്ടായപ്പോൾ മെഡിക്കലിലെ ഓഫീസർ എന്നോട് പറഞ്ഞു, പൊക്കോ, കയറി പൊക്കോ, ഇനി നിന്നെ ഇവിടെ പറ്റത്തില്ല, അറ്റാക്കല്ലേ വന്നേക്കണേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അറ്റാക്ക് വന്ന് കടവും മേടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് വിസയ്ക്കും പൈസ കൊടുത്ത് മെഡിക്കലും എടുക്കാൻ കൊടുത്തു. മെഡിക്കൽ എടുക്കാൻ ചെന്നപ്പോൾ അറ്റാക്കിൻ്റെ ഒരു ഇത്, അവിടെ നിന്ന് ഓഫീസറെ കാണാൻ ചെല്ലാൻ പറഞ്ഞു. ഞാൻ കരഞ്ഞോണ്ട്, തണുപ്പായതുകൊണ്ട് ജാക്കറ്റായിട്ടേക്കുന്നത്, ഉപ്പ് എൻ്റെ ജാക്കറ്റിൻ്റെ അകത്തുണ്ട്. ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയേച്ച് ആ ഓഫീസറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ മുട്ടിപ്പാട്ട് നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഉപ്പ് അവിടെ ഇട്ടു. എനിക്കറിയത്തില്ല, അത്ര കുറേ പേരുടെ റിജക്റ്റ് ചെയ്ത് പോവുക, എൻ്റെ മാത്രം അവിടെ നിന്നുകൊണ്ട് അമ്മ മാതാവ് എനിക്ക് തന്നു. അമ്മ മാതാവ് എനിക്ക് എന്നോട് പറഞ്ഞു, ആ ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോകണ്ട, നീ ഇവിടെ നിന്ന് ഡ്യൂട്ടി ചെയ്തോ, നിൻ്റെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞു എന്നോട്. അതും അത്ഭുതമാണ് അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നത്. ഇതിന് കോടാനുകോടി നന്ദി. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ ഇവിടെ വരുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. എൻ്റെ അമ്മ മാതാവ് ഇവിടെ വരെ എന്നെ എത്തിച്ചത്. അതുപോലെ തന്നെ എൻ്റെ അമ്മ തണ്ണീർമുക്കത്ത് നിന്ന് ഉപവാസം എടുത്താൽ നടന്ന് എനിക്ക് വേണ്ടി ഇവിടെ വന്ന എൻ്റെ അമ്മയും എൻ്റെ അനുജത്തിയും ചെരുപ്പ് പോലും ഇടാതെ ഇവിടെ വന്നത് എനിക്ക് വേണ്ടി. ഞാനവിടെ ഭക്ഷണം പോലും കഴിക്കുന്നില്ല, ഒരു കാര്യത്തിന് പോലും എനിക്ക് ഒരു സാധനം പോലും കിട്ടുന്നില്ല. കൂട്ടുകാരുടെ ടോർച്ചറിങ്, നീ വിസയിൽ ഞങ്ങളെയും കൂടെ ജയിലിലാക്കും, നിൻ്റെ കൂടെ മിണ്ടിയിട്ടുണ്ടെങ്കിലോ വഴക്കോ എന്തെങ്കിലും നടക്കുകയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ പോലും, എനിക്ക് മനസ്സിലായി കൂട്ടുകാരുമല്ല ആരുമല്ല ഇവിടെ ഉള്ളത്, ദൈവം മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് കൂട്ടുകാരുമില്ല, എൻ്റെ അമ്മ മാതാവ് മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടായിട്ടും എല്ലാ കാര്യങ്ങൾക്കും. ഈശോപ്പായും അമ്മ മതി. ഇപ്പം വിളിച്ചാലും അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എൻ്റെ മക്കളുടെ കൂടെയായാലും എൻ്റെ അമ്മയുടെ കൂടെയായാലും എൻ്റെ കൂടെയാണേലും. ഡ്യൂട്ടി സ്ഥലത്താണേലും പേഷ്യൻ്റ് ഭയങ്കര വയലൻ്റ് ആവും. എന്നുവെച്ചാൽ ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കും, സിക്കായിരിക്കും പേഷ്യൻ്റ്. ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ മാതാവേ, പേഷ്യൻ്റ് ഒന്ന് ഉറങ്ങിയാലേ എനിക്ക് 1 മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ. തേനും എല്ലാം ഞാൻ നാക്കിൻ്റെ അവിടെയൊന്നുമല്ല, സൈഡിൽ കൂടെയൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ച് എൻ്റെ ശരീരത്ത് തന്നെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എങ്ങനെ അത്ഭുതമെന്ന് അറിയണ്ട. അപ്പം തന്നെ ആ പേഷ്യൻ്റ് ഉറങ്ങും. വയലൻ്റ് 2 ദിവസത്തേക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഉറങ്ങി എൻ്റെ ക്ഷീണം തീർത്ത് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ തുടങ്ങും. എന്ന് 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ പേഷ്യൻറ്റിനെ ഉറക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻ്റ് വയലൻ്റായി. മിക്ക പേഷ്യൻറ്റുകളും എല്ലാം എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും. എനിക്ക് ഈശോനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അമ്മ അതിന് കോടാനുകോടി നന്ദി. എൻ്റെ പേര് സുശീല, എൻ്റെ മകളുടെ പേര് മായ. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മിക്കവാറും തണ്ണീർമുക്കത്തുനിന്ന് ഞാൻ നടന്ന് 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ അവിടെ നിന്ന് കൊന്ത ചൊല്ലിക്കൊണ്ട് ഇവിടെ വരും. മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ തണ്ണീർമുക്കത്തുനിന്ന് 11 മൈൽ വഴി നടന്ന് ഞാനിവിടെ വരും. 11 മണിയൊക്കെ ആകുമ്പോൾ ഞാനിവിടെ എത്തും. എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്കൊണ്ട് അത് മാത്രമേ നടക്കുകയുള്ളൂ. എനിക്ക് ഭർത്താവില്ല, ഞാനൊരു വിധവയാണ്. എനിക്ക് 2 പെൺമക്കളാണ്. ഇതെൻ്റെ മൂത്ത മകളാണ്. ഇളയ മകൾ ഏറ്റുമാനൂർ കെട്ടിച്ചിരിക്കുന്നു. എൻ്റെ മകൾ എല്ലാ ചൊവ്വാഴ്ച തോറും ഇളയവിളിവൊക്കെ വേണ്ടി ഇവിടെ വന്ന് മുട്ടിക്കൂടി പ്രാർത്ഥിക്കുകയും ഏലക്കമാല കോർക്കുകയും ഇതെല്ലാം അവൾ ചെയ്യുന്നുണ്ട്. അവളെല്ലാ ഇതും ചെയ്യുന്നുണ്ട്.